എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇത് ഞാൻ വൈകുന്നേരമാണ് ഈ വീഡിയോ എടുക്കുന്നത്. കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേന് കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പം നല്ല ചൂടായതുകൊണ്ട് ഇപ്പം വൈകുന്നേരങ്ങളിലാണ് കുളിക്കുന്നതൊക്കെ. രാവിലെ കുളിക്കുന്നത് ഒഴിവാക്കി. അതുപോലെ തന്നെ ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു രക്ഷയില്ലല്ലോ. അപ്പോൾ വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നാളത്തേനുള്ള കഞ്ഞിയൊക്കെ ഒന്ന് അടുപ്പിടാമെന്ന് വിചാരിച്ച് കഞ്ഞിക്ക് വെള്ളമൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം അരി ഒന്ന് കഴുകിയെടുക്കുവാണേ. അപ്പം മട്ടേരി ആയതുകൊണ്ട് നല്ല തവിടാണ് ഇവിടുത്തെ മട്ടേരിക്ക്. അതുകൊണ്ട് നല്ലതായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ 3-4 പ്രാവശ്യം ഞാനൊന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം. അരി കഴുകിയെടുത്ത സമയം കൊണ്ട് നമ്മുടെ വെള്ളം നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഒന്നിട്ട് കൊടുക്കാം. ഞാൻ 1 ഗ്ലാസ് അരിയേ ഇട്ട് കൊടുക്കുന്നുള്ളേ. പിന്നെ ഇത് വേവ് കുറച്ചാണ് നമ്മൾ വാർക്കുന്നത്. നാളെ ഒന്നുകൂടെ തിളപ്പിച്ച് വാർത്തെടുക്കേണ്ടതാണല്ലോ. അതുകൊണ്ട് അത് വേവ് കുറച്ചാണ് വാർക്കുന്നത്. പിന്നെ വൈകുന്നേരം കാപ്പിക്ക് എന്തെങ്കിലും ഉണ്ട് രാഹുലിന് ഇഷ്ടമാണ്. കാരണം എന്തെങ്കിലും ഇടയ്ക്കൊക്കെ ഞാൻ ഉണ്ടാക്കും. എന്നും ഒന്നും ഉണ്ടാക്കത്തില്ല. ചില ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കുവേ. അപ്പം ഉള്ളിവട ഉണ്ടാക്കാനായിട്ട് മൈദ എല്ലാം കൂടി ഇട്ട് കുഴച്ച് വെച്ചിരിക്കുന്നതാണ്. അത് രാഹുലിനും ചേട്ടനും ഒക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അതൊന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് പെരയ്ക്കാതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പൊടിയാണ്, ചൂടായതുകൊണ്ട് നല്ല പൊടിയാണ്. കഥമൊന്നും തുറക്കേണ്ട ആവശ്യമില്ല, ജനലും തുറക്കേണ്ട ആവശ്യമില്ല. എവിടെ നിന്നാണ് പൊടി വരുന്നതൊന്നും അറിയത്തില്ല. പക്ഷേ നല്ല പൊടിയാണ് പെരയ്ക്കകത്തൊക്കെ. പിന്നെ ഇവർ വെളിയിൽ പോയിട്ട് അകത്തോട്ടൊക്കെ കയറി വരുന്നതാണ്. ചെരുപ്പേലെ പൊടികളൊക്കെ ആയിരിക്കും. അതുകൂടാതെ ജനലിടയ്ക്ക് ഞാനൊന്ന് തുറക്കും. ആ സമയത്ത് കാറ്റൊക്കെ ഉണ്ട്, പൊടി അകത്തോട്ട് കയറും. അല്ലെ തന്നെ ജനലും കഥകൊക്കെ അടച്ചിട്ടാലും നമ്മുടെ മുറിക്കകത്തൊക്കെ എങ്ങനെയാണ് പൊടി വരുന്നതെന്ന് അറിയത്തില്ല. എവിടെ നിന്നൊക്കെയോ പൊടികൾ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാം. അതിന് ശേഷം ഇനി ബാക്കിയുള്ള പണികൾ നമുക്ക് ചെയ്യാവേ. പിന്നെ ഞാൻ അടുക്കളയിൽ വന്ന് ചീനച്ചട്ടിക്കകത്ത് എണ്ണ നമ്മൾ ഉള്ളിവട ഉണ്ടാക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കഞ്ഞി അവിടെ തിളയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് എണ്ണ ഒഴിച്ച് കടുക് വറുത്ത് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ കുരുമുളകും ചതച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം എണ്ണയ്ക്കകത്ത്. മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം. ഒരിടത്തരം തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ തക്കാളി കൂടാതെ വാളംപുളി പിഴിഞ്ഞ് ചേർക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ചെറിയ തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളമാണ് ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത്. അതിന് ശേഷമാണ് പുളി ചേർത്ത് കൊടുക്കുന്നത്. വാളംപുളി നേരത്തെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് കുതിരാനായിട്ട്. അതൊന്ന് പിഴിഞ്ഞെടുത്ത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ചാറ് എത്രയാണോ ആവശ്യം അത്രയും വെള്ളവും കൂടി ഒഴിച്ച്, രസം ആകുമ്പോഴത്തേന് കുറച്ച് ഏറെ വേണം, നാളത്തേനും കൂടി ആയതുകൊണ്ട് അതനുസരിച്ച് വേണം ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് തിളപ്പിക്കാം. ഇനി ഈ സമയത്ത് ഞാൻ ഉപ്പൊക്കെ നോക്കുന്നുണ്ട്. ഉപ്പും പുളിയെല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം വേണം മൂടി വെച്ച് തിളപ്പിക്കാൻ. തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കണം. അപ്പോൾ മല്ലിയില അരിഞ്ഞിടുന്ന വീഡിയോ എൻ്റെ നിന്ന് സ്കിപ്പായി പോയെന്ന് തോന്നുന്നു. ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. പിന്നെ അത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിവട ഉണ്ടാക്കിയെടുക്കാം. ഉള്ളിവട പിന്നെ ഞാൻ 2-3 ട്രിപ്പായിട്ടാണ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഒരു 5-6 ഉള്ളിവട ഉണ്ടാക്കിയെടുത്ത് വൈകുന്നേരം കാപ്പിക്ക് മതിയല്ലോ, അതിനായിട്ടുള്ള ആവശ്യത്തിനുള്ള ഉണ്ടാക്കിയെടുത്ത്. അതിന് ശേഷം ചോറ് വെന്തോ നോക്കിയപ്പോൾ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് അടച്ചിടാം.
ഈ സമയത്ത് നമ്മൾ ഉള്ളിവട മുഴുവൻ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എനിക്കിങ്ങനെ മൈദ ഇട്ടുള്ള ഉള്ളിവടയാണ് ഇഷ്ടം. ഈ കടലമാവിട്ടുണ്ടാക്കുന്ന ഈ തട്ടുകട ഉണ്ടാക്കുന്ന ഉള്ളിവടയേക്കാൾ ഇഷ്ടം ഇങ്ങനത്തെ ഉള്ളിവടയാണ്. ഇത് ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കാപ്പിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. എനിക്കതിനോടാണ് താല്പര്യമേ. പിന്നെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ പതിവ് പോലെ കഞ്ഞിയൊക്കെ തിളപ്പിച്ച് വാർത്തു. അതിനുശേഷം രസം ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചു. പിന്നെ ഇന്ന് നമ്മൾ ക്യാബേജ് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പച്ചക്കറിയുടെ ലാസ്റ്റ് ഭാഗമാണ്. ക്യാബേജും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് തോരൻ വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറി എല്ലാം തീരും. അപ്പം അതിന് മുമ്പ് ഞാൻ ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ട് ഒരു ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ച്, തേങ്ങാ ചമ്മന്തിയെ. അപ്പോൾ അതിനായിട്ട് 5-6 ഉണക്കമുളകാണ് ഒന്ന് എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കുന്നത്. അതിനുശേഷം 5-6 കൊച്ചുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒന്ന് നമുക്ക് ഈ എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പം ഇഞ്ചി ഉള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് കോരി മാറ്റിയിട്ട് നമുക്ക് ഈ എണ്ണയിൽ തന്നെ ക്യാബേജ് തോരൻ ഉണ്ടാക്കിയെടുക്കാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇഞ്ചിയും ഇതൊക്കെ ഒന്ന് വറുത്ത് കോരിയത്. അല്ലെ പിന്നെ വേറെ പാത്രം എടുക്കണം, അത് തന്നെയല്ല വേറെ എണ്ണ ഒഴിച്ച് ആ എണ്ണയും വേസ്റ്റ് ആകും. അതുകൊണ്ട് ഞാൻ ഓർത്ത് ഇതിനകത്ത് തന്നെ ചെയ്യാവുന്നേ. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ക്യാബേജ് ഇട്ട് കൊടുക്കാം. ക്യാബേജ് ഇട്ട് കൊടുത്ത് ക്യാബേജിനകത്ത് പച്ചമുളകും അരിഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ പകുതി സവോള അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് തേങ്ങാപ്പീര ഇട്ട് ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ രസം ഒന്നുകൂടെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. രസം ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നത് ഇവർ ഉച്ചയ്ക്ക് കൂട്ടാനായിട്ട് കൊണ്ടുപോകുന്നതുകൊണ്ടാണ്. തക്കാളി ഇട്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് രസം ചിലപ്പം ചീത്തയാകാം. മല്ലിപ്പൊടി ഉണ്ടല്ലോ, അതുകൊണ്ട് ഉച്ചയാകുമ്പോഴത്തേനും ചീത്തയായി പോയെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയത്. ഇനി ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് ചമ്മന്തി ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറ് വെച്ചിട്ട് വാളംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുവാണ്. അതിന് ശേഷം ആവശ്യത്തിനുള്ള തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. ഇനി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ചമ്മന്തി അരച്ചെടുത്തുകൊണ്ട് വരാം. പിന്നെ നമ്മൾ കുറച്ച് ഉണക്കമീൻ ഒന്ന് വറുക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ചോറും പൊതി എടുക്കാം. അതിനായിട്ട് പാത്രം വെച്ചിട്ട് അതിലേക്ക് ചോറിട്ട് കൊടുക്കുകയാണ്. നല്ല ചൂട് ചോറിട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഈ ഉപ്പിട്ട് കൊടുക്കണം. ഇവിടെ ഉപ്പ് എല്ലാവർക്കും അത്യാവശ്യമാണ്, ചോറിന് ഉപ്പ് വേണം. അപ്പോൾ ഞാൻ ചോറെടുത്തപ്പം കുറേ എല്ലാം അവിടെ വീണിട്ടുണ്ട്. ധൃതി വെച്ചെടുക്കുന്നതുകൊണ്ടാണ് സമയം ആകാറായി പോകാനായിട്ട്. അതുകൊണ്ട് അതിനിടെ വീഡിയോയും പിടിക്കണമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഇതിലേക്ക് ചമ്മന്തി വെച്ച് കൊടുത്തു. പിന്നെ ക്യാബേജ് തോരൻ ചോറിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാത്രത്തിലാണ് ഞാൻ ഉണക്കമീൻ വെക്കുന്നത്. അല്ലെങ്കിൽ ചോറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാനെടുക്കുമ്പോൾ അത് തണുത്ത് പോകും. പിന്നെ മുട്ട ഉണ്ടായിരുന്നു, അത് പൊരിച്ചില്ല. എന്നും മുട്ടയൊക്കെ ഉണ്ട്, അത് എന്നും കഴിച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് ശരിയാകത്തില്ല, കാരണം ചൂടും കൂടിയാണല്ലോ. ഇന്ന് ഞാൻ മുട്ട എടുത്തില്ല, ഉണക്കമീനും വറുത്തു. പിന്നെ രസവും എടുത്തു വെച്ചു. അപ്പം ഇത് തന്നെ ഇനി അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അച്ചാറൊന്നും പിന്നെ ഇനി ഇതിൻ്റെ കൂടെ വെച്ചിട്ട് ചമ്മന്തി ഉള്ളതുകൊണ്ട് അച്ചാറൊന്നും എടുത്തില്ല. ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉച്ചയ്ക്കത്തേക്കിനുള്ള ഊണും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ജോലികളൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി പാത്രമൊക്കെ കഴുകണം, പിന്നെ ചായ അവന് എടുത്ത് കൊടുക്കണം. പിന്നെ ചെറിയ ചെറിയ പണികളൊക്കെ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ചെറിയ ചെറിയ വ്ളോഗ്സും കുക്കിംഗ് വീഡിയോസുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും താങ്ക് യു.